കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ ഗുണ്ടായിസം പൊളിച്ചടുക്കുന്ന SIയുടെ വീഡിയോ. സംഭവം കയറി വൈറലായതും പൂഞ്ഞാർ ഇടത് MLA ഇപ്പോൾ ആകെ നാണക്കേടിലാണ്. അടിച്ച ഒരു ഡയലോഗിൽ പോലും പോലീസുകാരൻ പേടിച്ചതുമില്ല. SI തിരിച്ചടിച്ച ഡയലോഗിൽ MLA പതറിപ്പോയി. ഇതിന്റെ വീഡിയോ ആരോ ഒരാൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് കുളത്തുങ്കൽ MLAക്ക് പണിയായത്. നട്ടലുള്ള പോലീസുകാരന് ബിഗ് സല്യൂട്ട് എന്ന് കുറിപ്പിട്ട് വ്യാപകമായി ഈ വീഡിയോ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഗതികേടിൽ MLAയും PC ജോർജ് ഉൾപ്പെടെ വീഡിയോ ഷെയർ ചെയ്ത് സെബാസ്റ്റ്യനെ നാറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്നുകൂടി ഒന്ന് കാണാം. ഒരു ജനപ്രതിനിധിയാണ്. പ്രോട്ടോകോൾ കൂടിയാണ്. ഞാൻ പറയുന്ന കേൾക്കാം. എല്ലാവരോടും ഒരേ നിയമം മതി. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഇലക്ഷൻ അങ്ങ് തീരും കേട്ടോ. DGP ഉദ്യോഗസ്ഥന്മാരെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ PC ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ. പോലീസുകാരനുമായി PCക്ക് ഡീലുണ്ടെന്നും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത് ഡീലിന്റെ ഭാഗമാണെന്നും സെബാസ്റ്റ്യൻ വാദിച്ചു. നടു റോഡിൽ ഊച്ചാളിത്തരം കാണിച്ചിട്ട് മേടിച്ചു കൂട്ടിയതിന് എന്റെ നെഞ്ചത്തോട്ട് വന്നേക്കരുതെന്ന് PCയും തിരിച്ചടിച്ചിരിക്കുകയാണ്. DGPക്ക് മുകളിലാണ് തന്റെ റാങ്ക് എന്നൊക്കെ പോലീസുകാരനെ ചട്ടം പഠിപ്പിക്കാൻ പോയിട്ടും ആ പോലീസുകാരന് ഒരു കൂസലുമില്ല. നിന്നിടത്ത് നിന്ന് ഒരു ഇഞ്ച് അനങ്ങാതെ പോലീസുകാരൻ MLAയുടെ നേർക്ക് നേർ നിന്ന് വിറപ്പിച്ചു. ഇങ്ങനെ ഒരു വീഡിയോ സൈബർ ഇടത്തിൽ വൈറലായാൽ പിന്നെ MLA എങ്ങനെ നാണം കെടാതിരിക്കും? ഞാൻ നടപടി സ്വീകരിക്കുമെന്നൊക്കെ MLA ഇതിനിടെ വീണ്ടും ഡയലോഗ് അടിച്ച് വിരട്ടാൻ നോക്കി. സംഭവം നടന്ന് ഇരുട്ടി വെളുത്തിട്ടും പോലീസുകാരന് ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും കരുതിയത് തൊപ്പി തെറിക്കും എന്നായിരുന്നു. സെബാസ്റ്റ്യൻ സാർ AKG സെന്ററിൽ പോയി കരഞ്ഞു മെഴുകിയിട്ടും കാരണഭൂതന്റെ മുന്നിൽ മോങ്ങിയിട്ടും ആ പോലീസുകാരനെതിരെ ആഭ്യന്തരമന്ത്രി ചെറുവിരൽ അനക്കിയില്ല എന്നാണ് ട്രോളുകൾ വരുന്നത്. മുഖ്യമന്ത്രിക്കും കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനിയും നിന്ന് ചെറയാൻ നിന്നാൽ പോലീസുകാർ മുഖ്യനെയും മുഖത്ത് നോക്കി വെല്ലുവിളിച്ചാലോ? കമ്മികളെ ജനം തോട്ടിലെറിഞ്ഞു, പോലീസുകാരും കപ്പിത്താനെ അറബിക്കടലിൽ തള്ളിയെന്ന് ഇതിനിടെ ചൂടൻ ചർച്ചകളാണ് സൈബർ ഇടത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിൽ കലിതുള്ളി സൈബർ കമ്മികൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പൂഞ്ഞാർ MLA വിരട്ടിയ പോലീസുകാരന് നേരെ കൊലവിളിച്ചുകൊണ്ടാണ് പ്രദേശത്തെ CPM വെട്ടുകിളി കൂട്ടം ഇപ്പോൾ കലിതുള്ളി നിൽക്കുന്നത്. പൂഞ്ഞാർ MLAയുടെ അഹങ്കാരം തീർത്തുവിട്ട പോലീസുകാരന് അഭിനന്ദന പ്രവാഹം. അതിനോടൊപ്പം സൈബർ ഇടത്തിൽ മറ്റൊരു ചർച്ചയും നടക്കുന്നുണ്ട്. ഇതാണ് CPMനെ വിറളി പിടിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പോടെ പിണറായി കൂട്ടർ വീണു, തല ഉയർത്തി നെഞ്ചും വിരിച്ച് ഉദ്യോഗസ്ഥർ ഇറങ്ങി. ഇങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഇതുവരെ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വന്ന പോലീസുകാർ പണി തുടങ്ങിയെന്നാണ് ചർച്ചകൾ വരുന്നത്. DGPക്ക് മുകളിലാണ് എന്റെ റാങ്ക് എന്ന് ഡയലോഗ് അടിച്ചു ചെന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ അങ്ങനെ ഒരുത്തനെയും പേടിച്ചല്ല ജീവിക്കുന്നതെന്ന് SI കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്നത് പിണറായിക്കിട്ടുള്ള താങ്ങാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതുവരെ ഭരണകൂടത്തിന്റെ പിണിയാളുകളായി നിൽക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നല്ലോ പോലീസുകാർ. ഉദ്യോഗസ്ഥരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. 10 വർഷക്കാലത്തെ വീർപ്പ് മുട്ടിക്കുന്ന ഭരണത്തിൽ നിന്ന് പോലീസുകാർ ഉൾപ്പെടെ ഇപ്പോൾ ശ്വാസം വിടുന്നു. അതിന്റെ ആദ്യ അടിയാണ് പൂഞ്ഞാറിൽ പൊട്ടിയതെന്നും CPMനെ എടുത്തു കുടയുന്ന പ്രതികരണങ്ങളാണ് ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോളിംഗ് ബൂത്തിന്റെ 100 മീറ്ററിനുള്ളിൽ സ്ഥാനാർത്ഥികളുടെ ഹോൾഡിംഗ്സ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കരുത് എന്ന തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിനെയാണ് SI ചോദ്യം ചെയ്തത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനോട് അകാരണമായി തട്ടിക്കയറുകയായിരുന്നു സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. നിയമം തെറ്റിക്കാൻ പാടില്ലെന്ന് SI ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥനെ മറുപടി പറയാൻ അനുവദിക്കാതെയായിരുന്നു സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ ഭീഷണി. അങ്ങനെ പേടിച്ചൊന്നും അല്ല സാറേ ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ഒടുക്കം കിടിലൻ മറുപടി SI കൊടുത്തതോടെ പൂഞ്ഞാർ MLAയുടെ അടപ്പ് തെറിച്ചു. പോലീസ് BJPക്ക് ഒത്താശ ചെയ്യുകയായിരുന്നുവെന്നാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതു പ്രവർത്തകരെ ടൗണിൽ നിന്നും വിരട്ടി ഓടിക്കാൻ ശ്രമിച്ച പോലീസ് BJP പ്രവർത്തകരെ നീക്കം ചെയ്യാൻ തയ്യാറായില്ലെന്നും MLA പറയുന്നു.
BJP പ്രവർത്തകർക്ക് പോലീസ് ഒത്താശ ചെയ്തു എന്നതിന്റെ തെളിവാണ് പോലീസ് ചിത്രീകരിച്ച വീഡിയോ PC ജോർജിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടതെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിമർശനമുന്നയിച്ചു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും MLA വ്യക്തമാക്കി. എന്നിട്ട് ഇതുവരെ ഒരു നിയമ നടപടിയും ഉണ്ടായില്ല. AKG സെന്ററിൽ പോയി കരഞ്ഞിട്ടും ഒന്നും നടന്നില്ല. സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് ഏറ്റവും വലിയ അടിയായത് ഈ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് PC ജോർജ് കട്ടയ്ക്ക് ഒരു കുറിപ്പങ്ങിട്ടു. ഇതോടുകൂടിയാണ് ആടപടലം തേഞ്ഞൊട്ടിയത് പൂഞ്ഞാർ MLA. ആ ഉദ്യോഗസ്ഥൻ തന്ന മറുപടി തന്നെ പൂഞ്ഞാറും താങ്കളോട് പറയും. പൂഞ്ഞാറുകാരുടെ അടുത്ത് ഇമാതിരി ഡയലോഗുമായി വരരുത്. അങ്ങനെ ഒരുത്തനെയും പേടിച്ചല്ല ആരും ജീവിക്കുന്നത്. അധികാരം അഹങ്കാരമാക്കുന്നവരെ ജനം ചവറ്റുകൊട്ടയിലിടും. വിറളി പൂണ്ട് ഉദ്യോഗസ്ഥരെയും ജനത്തിന്റെയും മേൽ കുതിര കയറുന്ന LDF സ്ഥാനാർത്ഥിയോട് ജനം ഇത് കാണുന്നുണ്ട്. ഇത്തരം അഹങ്കാരത്തിന്റെ മറുപടി പൂഞ്ഞാർ നൽകുമെന്ന് PC ജോർജ് കുറിച്ചത്. ഇത്തരത്തിൽ PC ജോർജ് കൂടി ഈ വിഷയം ഏറ്റെടുത്ത് രംഗത്തോട്ട് വന്നതോടുകൂടിയായിരുന്നു പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് അടിപതറിയത്. കാരണം പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥിയാണല്ലോ PC ജോർജ്. PC ജോർജ് ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനിട്ട് രണ്ട് പൊട്ടിക്കാൻ. കാരണം PCയുടെ എതിരാളിയാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ഇതിനു മുൻപും ഇരുവരും തമ്മിൽ പൊതുവേദിയിൽ കൊമ്പുകോർത്തിട്ടുണ്ട്. പൂഞ്ഞാർ തെക്കേക്കരയിൽ സ്വകാര്യ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. ഈ കഴിഞ്ഞിടയ്ക്ക് നടന്നതായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വേദിയിലിരിക്കെ ഇരുവരും തമ്മിൽ കൊമ്പുകോർത്തു. മുണ്ടക്കയത്ത് ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് PC ജോർജ് നടത്തിയ പരാമർശമാണ് പൂഞ്ഞാർ MLA ചൊടിപ്പിച്ചത്. ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുത്ത വാർത്ത പത്രങ്ങളിൽ കണ്ടപ്പോൾ വിഷമം തോന്നിയെന്ന് PC ജോർജ് പറഞ്ഞപ്പോൾ ഇവിടെ ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മതിയെന്ന് MLA തിരിച്ചു പറഞ്ഞു. എനിക്കിഷ്ടമുള്ളത് പറയുമെന്നായിരുന്നു ജോർജിന്റെ മറുപടി. അതിനുള്ള വേദി ഇതല്ലെന്ന് കുളത്തുങ്കൽ വീണ്ടും ചൂണ്ടിക്കാണിച്ചു. പൂഞ്ഞാറിലെ ആശുപത്രിയിലും ഉച്ച കഴിഞ്ഞ് OP ഇല്ലെന്നും അതിന് നടപടി വേണമെന്നും തന്നെ കണ്ടുകിട്ടിയിട്ട് വേണ്ടേ ഇത് പറയാനെന്നും ജോർജ് തിരിച്ചടിച്ചു. ഒടുക്കം ഇരുവരും തമ്മിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ സംഘാടകരെത്തി ഇരുവരെയും അനുനയിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പല വേദികളിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും PC ജോർജും തമ്മിൽ കൊമ്പുകോർത്തിട്ടുണ്ട്. PC ഒരു അഴിമതിക്കാരനാണെന്ന് പച്ചയ്ക്ക് തുറന്നടിച്ചുകൊണ്ട് കടിച്ചു കീറിക്കൊണ്ട് ഇതിനു മുൻപ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ രംഗത്ത് വന്നിരുന്നു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രകൃതി ദുരന്തത്തിന് ആരാണ് ഉത്തരവാദി എന്ന തലക്കെട്ടിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് PC ജോർജിനെതിരെ എഴുതിയിരുന്നു. അതിരൂക്ഷ വിമർശനങ്ങളായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ പോസ്റ്റിന്റെ പേരിലും ഇരുവരും തമ്മിൽ മുൻപ് കടിച്ചു കീറിയിട്ടുണ്ട്. മൂന്നിലവിൽ പാറമട നടത്തിയിരുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് സെബാസ്റ്റ്യൻ പച്ചയ്ക്ക് PC ജോർജിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അന്ന് പറഞ്ഞു. ആ പോസ്റ്റ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. പൂഞ്ഞാറിലെ മുൻ MLAയുടെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ വായിക്കാനിടയായി. പൂഞ്ഞാറിലെ ഉരുൾപൊട്ടലിനും പ്രളയത്തിനും കാരണം സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമാണ് എന്നായിരുന്നു ആ പ്രസ്താവനയുടെ ഉള്ളടക്കം. ആ പ്രസ്താവനയിലൂടെ കണ്ണോടിച്ചപ്പോൾ രണ്ട് മുഖങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി. ഉത്സവപ്പറമ്പിലെ പോക്കറ്റ് അടിക്കാരനും എട്ടുകാലി മമ്മൂഞ്ഞും. കൈയോടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ മറ്റാരെയെങ്കിലും ചൂണ്ടി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂവുന്ന പോക്കറ്റടിക്കാരനും എന്തിനും ഏതിനും അവകാശവാദം ഉന്നയിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രം എട്ടുകാലി മമ്മൂഞ്ഞും. കോട്ടങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കുകയും നേട്ടങ്ങൾ തന്റേത് മാത്രമാക്കി മാറ്റുകയും ചെയ്യുന്ന കഥാപാത്രമായി സ്വയം ചിത്രീകരിക്കുകയാണല്ലോ ഈ പ്രസ്താവനയിലൂടെ ചെയ്തിരിക്കുന്നത് എന്നത് കൗതുകമാണ് ഉണ്ടാക്കിയത്. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം പാറമടകൾ ഉള്ളത് പൂഞ്ഞാറിലല്ലേ? ആരാണ് കാലങ്ങളായി ഇവിടെ ജനപ്രതിനിധിയായിരുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾ പൂഞ്ഞാർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? മൂന്നിലവിൽ സ്വന്തമായി പാറമട നടത്തിക്കൊണ്ടിരുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പലയിടത്തും ബിനാമി പേരുകളിൽ പാറ ഖനനം നടത്തുന്നതും വർഷങ്ങളായി പരിസ്ഥിതി ദോഷമായി എല്ലാ അനധികൃത പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതും ആരാണെന്ന് പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് പകൽ പോലെ അറിയാം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും മറ്റും ചർച്ച ചെയ്തിരുന്ന ഘട്ടത്തിൽ പരിസ്ഥിതിവാദികളെ ആകെ കുഴിവെട്ടി അടയ്ക്കണം എന്ന് പറഞ്ഞ് അസഭ്യം വിളിച്ചവരും ആരാണെന്ന് പൂഞ്ഞാർ ജനതയും കൂട്ടിക്കൽക്കാരും ഒന്നും മറന്നിട്ടില്ല. മലമടക്കുകളിൽ ചുളുവിലയ്ക്ക് പാറക്കെട്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ട് അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ക്വാറികൾക്ക് ലൈസൻസ് ഉണ്ടാക്കിയിട്ട് വലിയ വിലയ്ക്ക് മറിച്ചു വിറ്റ് കോടികൾ ലാഭമുണ്ടാക്കുന്നത് പിതാവിന്റെ രക്ഷകർതൃത്വത്തിൽ മകനാണ് എന്ന സത്യം അങ്ങാടി പാട്ടല്ലേ?